ഹലോ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലറിയാൻ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഇന്നലെ രേവതി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതൊക്കെ നമ്മുടെ ചന്ദ്രമതി കാണുന്നുണ്ട്. എന്നിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി നോക്കുമ്പം ചന്ദ്രമതി തടയുന്നുണ്ട്. വേണ്ട, ശ്രുതി കത്തിച്ചോളും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പല്ലും തേച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. അതിനു മുന്നേ നമ്മുടെ രേവതി പറഞ്ഞിരുന്നു ശ്രുതിയെ കത്തിക്കാനാണെങ്കിൽ ഉച്ചയാവും, എപ്പോൾ എണീച്ച് വന്ന് കത്തിക്കാനാണെന്ന്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞിരുന്നു, അവൾ നിന്നെപ്പോലെയൊന്നുമല്ല, അവൾ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണ്, അവൾക്ക് രാവിലെ എണീച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാനുള്ളതാണെന്ന് ഇങ്ങനെ പറയും. അപ്പോഴേക്കാണ് ശ്രുതി പല്ലും തേച്ച് ഉറങ്ങി എണീച്ചിട്ട് പല്ല് തേച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്, കുളിക്കാതെയും നനക്കാതെയൊക്കെ. അപ്പോൾ രേവതി പറയും, അമ്മയൊന്ന് അങ്ങോട്ടേക്ക് നോക്കി ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതിയെ കാണും. അപ്പോൾ ഇനി എനിക്ക് വിളക്ക് കത്തിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മുടെ ചിരിച്ചുകൊണ്ടാണ് രേവതി എല്ലാം മറുപടിയൊക്കെ പറയുന്നത്, ചോദിക്കുന്നതൊക്കെ കേട്ടോ. എന്നിട്ട് രേവതി അങ്ങോട്ട് പോയിട്ട് വിളക്ക് കത്തിക്കും. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ശ്രുതി എന്താ ഇങ്ങനെ, രേവതിയാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റും ശ്രുതിയാണെങ്കിൽ ലോക്കൽ ട്രെയിനും ആണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും. പിന്നെ ഇങ്ങനെയാണെങ്കിൽ ശ്രുതിയേക്കാൾ മുന്നേ രേവതി പ്രസവിക്കുമല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പ്രസവത്തിൻ്റെ ആ സീനിലേക്ക്, അതായത് സ്വപ്നം കാണുന്ന ഇതിലേക്ക് പോവും. രേവതി ഗർഭിണിയായിച്ച് ഇപ്പോൾ പ്രസവിക്കാൻ വേണ്ടി, ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെച്ചറിൽ കൊണ്ടുപോവാണ്. സച്ചി ഇങ്ങനെ കൂടെ പോകുന്നുണ്ട് കൈ പിടിച്ചിട്ട്. രേവതി ഒന്നുമില്ല, പേടിക്കണ്ട, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയില്ലേ, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ സച്ചി പുറത്ത് നിൽക്കുകയാണ്, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രേവതി പ്രസവിച്ചു. എന്നിട്ട് ലേബർ റൂമിൽ നിന്ന് കുട്ടികളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ 2 കുട്ടികളെ കൊണ്ടുവരും. കൺഗ്രാജുലേഷൻ എന്ന് പറയും, അതൊരു നേഴ്സ് കൺഗ്രാജുലേഷൻ പറയും. അപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ 2 കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ സച്ചിൻ ഇട്ടും 2 കുട്ടികളോ, അപ്പോൾ ഇങ്ങനെ നേഴ്സാക്കും. അപ്പോൾ ബാക്കിൽ ഒരു കുട്ടിയും കൂടെ വരും. 3 വീണ്ടും ഞെട്ടും. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ വരും. 4 കുട്ടികളോ, ദൈവമേ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അവൻ ഞെട്ടും. എന്നിട്ട് നേഴ്സ് ഇങ്ങനെ കുട്ടീനെ കയ്യിൽ കൊടുക്കും. അപ്പോൾ സച്ചി പറയും, എനിക്ക് വേണ്ട, എനിക്ക് 4 വേണ്ട, ഒന്നിനേ വേണ്ടു എന്നിങ്ങനെ പറയും. എന്നിട്ട് അത് സ്വപ്നമായിരുന്നു, അത് നമ്മുടെ സച്ചി കാണുന്ന സ്വപ്നമായിരുന്നു. നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു സച്ചി സ്വപ്നം കണ്ടു, ലാസ്റ്റ് എത്തുന്നത് സച്ചിയിലാണ്. സച്ചി സ്വപ്നം കണ്ടു. എന്നിട്ട് ഉറക്കത്തിൽ തന്നെ ഇങ്ങനെ പറയും, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് 1 മതി, എനിക്ക് 4 വേണ്ട, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ലോണുണ്ട്, കാറിൻ്റെ ഡ്യൂ അടക്കാനുണ്ട്, കുറേ കടങ്ങളുണ്ട്, എനിക്ക് 1 മതി, എനിക്ക് 4 വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കടങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് നമ്മളെ അച്ഛനും രേവതിയും കൂടെ റൂമിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കും, 1 മതി, 4 വേണ്ട, 1 മതി, 4 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അയ്യോ അറിയാതെ പറ്റിയൊരു അബദ്ധമാണേ, തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ചിരിക്കും, ഒരു നാണം വന്നിട്ട്. എന്നിട്ട് രേവതി ഇങ്ങനെ വിളിക്കും, സച്ചി ഏട്ടാന്ന് ഇങ്ങനെ വിളിക്കും. എന്നിട്ടപ്പോൾ ഞെട്ടും, നമ്മുടെ സച്ചി ഉറക്കത്തു നിന്ന് ഞെട്ടും. അച്ഛനെന്താ ഹോസ്പിറ്റലിൽ വന്നേ, അച്ഛനെപ്പോൾ ഹോസ്പിറ്റലിൽ വന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഹോസ്പിറ്റലോ എന്നൊക്കെ ഇങ്ങനെ അവർക്കൊന്നും തിരിയാത്ത പോലെ ഇങ്ങനെ, ഹോസ്പിറ്റലോ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എന്നിട്ട് അച്ഛൻ ചോദിക്കും, നീ എന്തോ 4 തന്ന കാര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ തന്നേ? അപ്പോൾ സച്ചി പറയും, രേവതിയാണ് തന്നത്, രേവതി തന്നു, ഇവൾ 4 തന്നു, 1 പകരം 4 തന്നത് അച്ഛാ എന്ന് പറയും. അപ്പോൾ എന്ത് തന്നു എന്നാണ് പറയുന്നത്? രേവതി പ്രസവിച്ചു, 4 കുട്ടികളാണ് അച്ഛാ തന്നത്, 4 കുട്ടികൾ എന്നിങ്ങനെ പറയും. അപ്പോൾ ചിരിക്കും, രണ്ടും കൂടി ചിരിക്കും. അപ്പോൾ സച്ചി പറയും, നീ എന്താ ഇവിടെ, നിന്നെ ഡിസ്ചാർജ് ആക്കിയോ, നമുക്ക് വീട്ടിൽ പോകണ്ടേ, എവിടെ നമ്മളെ കുട്ടികൾ എവിടെ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അച്ഛൻ പറയും, സ്വപ്നം കണ്ടല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചിക്ക് ബോധം വരും, സ്വപ്നമായിരുന്നല്ലേ എന്ന് പറയും. അപ്പോൾ കണ്ടത് നല്ല സ്വപ്നം തന്നെയാണെന്നിങ്ങനെ അച്ഛൻ പറയും. അപ്പോൾ സച്ചി പറയും, എന്ത് നല്ല സ്വപ്നം, 4 കുട്ടികളാ രേവതി പ്രസവിച്ചത് എന്നിങ്ങനെ പറയും. എന്നിട്ട് അച്ഛൻ ചോദിക്കും, നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, പോകണം, ലേറ്റായി, ഇന്ന് വേഗം കുളിച്ചിട്ട് പോകണം എന്നിങ്ങനെ പറയും. എന്നിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകും. രേവതിയും സച്ചിയും മാത്രം. സച്ചി വേഗം പ്രമോയിൽ കണ്ട പോലെ ബെഡ് നെണീച്ച് ഓടി ബാത്റൂമിലേക്ക് പോകും. അപ്പോൾ എന്നിട്ട് പറയും, ഇങ്ങനെ അറിയാതെ പറ്റിയ തെറ്റാണ്, പ്രമോയിൽ കണ്ട അതേ ഉള്ളൂ, വേറൊന്നുമില്ല, ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് വേഗം ബാത്റൂമിൽ പോകും. നമ്മുടെ രേവതി ആണെങ്കിൽ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്ത് അവിടെ വെക്കും. അവളവിടെ സ്വപ്നം കൊണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും രേവതി താഴേക്ക് ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരും, ചിരിച്ചുകൊണ്ട് വരും. അത് നമ്മുടെ ചന്ദ്രമതി കാണും. എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ വിചാരിക്കും, ഇപ്പോൾ എന്താ ഇന്ന് രാവിലെ മുതൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പുതിയ കല്യാണ പെണ്ണ് പിറ്റേ ദിവസം പുറത്തിറങ്ങി വരുന്ന പോലെയാണല്ലോ ഇവർ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. രേവതിയോട് ഇങ്ങനെ ഇങ്ങനെ വിളിക്കും, സമയം എന്തായി നോക്കിയാട്ടെ. അപ്പോൾ രേവതി എല്ലാം ചിരിച്ചുകൊണ്ടാണ് രേവതി ഇന്ന്. അപ്പോൾ 9 മണിയായി എന്ന് പറയും. അപ്പോൾ എനിക്ക് കണ്ണ് കാണാനായിട്ട് നിന്നോട് സമയം ചോദിച്ചതല്ല ഞാൻ, ചായ എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ രേവതി അതൊന്നും മൈൻഡാക്കുന്നില്ല. നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലെന്ന് ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കും തട്ടിയിട്ടൊക്കെ. അപ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് ചായ അല്ലേ വേണ്ടത്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകും. രേവതി എന്നിട്ട് ചായ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഇന്നലത്തെ കാര്യങ്ങളിങ്ങനെ സച്ചി ഉമ്മ വെച്ചതും കെട്ടിപ്പിടിച്ചതൊക്കെ ആലോചിച്ചുകൊണ്ട് ചായ ഇടുന്നത്. ചായ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് മധുരം ഇഷ്ടം പോലെ ഇടും. ഓർമ്മിച്ചുകൊണ്ടാണല്ലോ ഇടുന്നത്, ഒന്നും
എന്താ പറയുക സ്വപ്നലോകത്ത് നിന്നാണല്ലോ ഇടുന്നത്. അപ്പോൾ കുറേ ഇടും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇപ്പുറത്തുനിന്ന് ചന്ദ്രമതിക്ക് ശരിക്കും ഡൗട്ട് തോന്നി. അയ്യോ ഇനി ഞാൻ പേടിച്ച വല്ലതും സംഭവിച്ചു പോയോ, ഈ സച്ചിയാണെങ്കിൽ വരുന്നുമില്ലല്ലോ, ഇതെങ്ങനെയൊന്നും അറിയാം, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അറിയണമല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രവി അച്ഛൻ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് നീ എന്താ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയും, ഒറ്റയ്ക്ക് പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വരല്ലേ, ഞാൻ ആകെ ഇളകി നിൽക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നിനക്കെന്താ പ്രശ്നം ഇങ്ങനെ ചോദിക്കും. അപ്പോൾ രേവതി ചായയായിട്ട് വരും. എന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയും, കണ്ടില്ലേ ഇതാ ഇവൾ ഇന്ന് രാവിലെ തൊട്ട് 32 വല്ലം കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും, അതിന് നിനക്കെന്താ രേവതി ചിരിക്കുന്നതിന് എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് അമ്മ കോഫിയാണ്, ചായ ഇടാൻ പറഞ്ഞു പക്ഷെ കോഫി കൊണ്ട് കൊടുത്തത്. എന്നിട്ട് കോഫി ഇതാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അച്ഛനും കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തും വരും, അവനും കൊടുക്കും. നമ്മുടെ രേവതി ഇപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ആദ്യത്തെ ഒരു സിപ്പ് എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ രേവതിയെ നോക്കിയിട്ട്, നീ പായസമാണോ ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്ന് പറയും. അപ്പോൾ എല്ലാം ഞാൻ കോഫി തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന് പറയും. ഇതിന് എന്തൊരു മധുരമായത്, നീ പഞ്ചസാര പാട്ടല്ല പഞ്ചസാര മൊത്തം തീർത്തോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ അച്ഛനും ശ്രീകാന്തൊക്കെ കുടിച്ചു നോക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും മധുരം ഉണ്ടെന്നുള്ള മനസ്സിലാവും. പക്ഷേ അവർ മധുരം ഇല്ലാത്തതുപോലെ അഭിനയിക്കും. ശ്രീകാന്ത് ഇങ്ങനെ പറയാൻ നോക്കുമ്പോൾ അച്ഛനിങ്ങനെ തട്ടും. എന്നിട്ട് പറയും, ശ്രീകാന്തേ നീ പറ മധുരം ഇല്ലേ, നല്ല മധുരം ഇല്ലേന്ന് ചോദിക്കും. ചന്ദ്രമായി ചോദിക്കും. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, മധുരമൊന്നുമില്ലല്ലോ, എല്ലാം കറക്റ്റാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. രവിയേട്ടനോട് ചോദിക്കും. രവിയേട്ടനും പറയും, മധുരമൊന്നുമില്ല, എനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ നാവ് ചത്തുപോയോ, നല്ല പായസം പോലെ മധുരം ഇരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇനി എനിക്ക് മാത്രം നീ മധുരം ഇട്ടുകൊണ്ട് വന്നതാണോ, ഇനിയൊരു ഷുഗർ പേഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് ചോദിക്കും. രേവതി അതിലൊന്നും തളർന്നില്ല. രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ഇപ്പുറത്ത് നമ്മുടെ സച്ചി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണും. 4 കുട്ടികൾ കൊണ്ടുവരുന്നതും കാണും. അപ്പോൾ അവനിങ്ങനെ 4 ഈശ്വര കാറ് ലോണ്, അയ്യോ ടെൻഷനായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെ താഴെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ വരും. അപ്പോൾ ഞങ്ങൾക്കും കൂടെ വേണം കോഫി, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, നിങ്ങൾക്ക് കിട്ടാത്തതാണ് നല്ലത്, ഇതിൽ ഭയങ്കര പഞ്ചസാര മധുരമാണ്, ഇവൾ ഇന്ന് ഇവിടെയൊന്നും അല്ല, ഇന്ന് ഇവൾക്ക് എന്തോ മാറ്റമുണ്ട്, ഇവളുടെ സമനിലയിലൊക്കെ തെറ്റിയിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയും നമ്മുടെ ചന്ദ്രമതി. അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ, അച്ഛാ എനിക്കൊരു കാര്യം ചോദിക്കണ്ട, എനിക്ക് ടെൻഷനാവുന്നു, നമ്മുടെ അച്ഛമ്മയ്ക്കില്ലേ അച്ഛൻ എപ്പോഴാണ് ഉണ്ടായത്, കല്യാണം കഴിഞ്ഞിട്ട് എപ്പോൾ ഉണ്ടായെന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഏകദേശം കാര്യം കിട്ടി ഉറപ്പായി. അപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്, എല്ലാവരും ഉണ്ടേ എന്നേരം ഇവൻ ചോദിക്കുന്നത്, അച്ഛൻ എപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ അച്ഛൻ പറയും, അത് പറഞ്ഞിട്ട് നിനക്ക് എന്തിനാ ഇങ്ങനെ ചോദിക്കും. അച്ഛൻ ഞാൻ പറ, എനിക്ക് ടെൻഷനാവുന്നു. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ, സച്ചിയേട്ടാ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കും, എങ്ങനെ എപ്പോഴാണ്, അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ രവി അച്ഛൻ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് സച്ചി വീണ്ടും ചോദിക്കും, എന്നാലില്ലേ അത് പോട്ടെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചത് ഇങ്ങനെ പറയും. അപ്പോൾ അത് നിൻ്റെ അമ്മയല്ലേ അവിടെ നിൽക്കുന്നത്, നീ അമ്മയോട് അങ്ങോട്ടേക്ക് ചോദിക്കുക ഇങ്ങനെ പറയും. അച്ഛാ അച്ഛാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സുതിപ്പയ്യൻ ഉണ്ടായത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ, അവിടെ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണാൻ മറക്കല്ലേ, കോമഡിയാണ് ഫുൾ ഇന്ന്.